ഓം ശാന്തി 6/12/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് പുതിയ ലോകം ഓർമ്മിക്കണം. ഒപ്പം ആത്മാവിനെ പാവനമാക്കി മാറ്റണം. ചോദ്യം: ബാബ നിങ്ങൾക്ക് ബുദ്ധിയുടെ പൂട്ട് തുറക്കുന്ന തരത്തിൽ എങ്ങനെയുള്ള വിവേകമാണ് നൽകിയത്? ഉത്തരം: ബാബ ഈ പരിധിയില്ലാത്ത അനാദിയായ ഡ്രാമയുടെ ഇങ്ങനെയുള്ള വിവേകമാണ് നൽകുന്നത്. ഇതിലൂടെ ബുദ്ധിയുടെ ഗോദ്രേജിന്റെ പൂട്ട് തുറക്കുന്നു. കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയായി മാറുന്നു. ബാബ മനസ്സിലാക്കി തരികയാണ്, ഈ ഡ്രാമയിൽ ഓരോ അഭിനേതാവിനും അവരവരുടേതായ അനാദിയായ പാർട്ടാണ്. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ എത്ര പഠിച്ചിട്ടുണ്ടോ അവരിപ്പോഴും പഠിക്കും. പുരുഷാർത്ഥം ചെയ്ത് തന്റെ സമ്പത്ത് നേടും. ഓം ശാന്തി. ആത്മീയ കുട്ടികളെ ആത്മീയ അച്ഛൻ പഠിപ്പിക്കുകയാണ്. എപ്പോൾ മുതൽ പിതാവായി മാറിയോ അപ്പോൾ മുതൽ ടീച്ചറുമുണ്ട്. അപ്പോൾ മുതൽ സദ്ഗുരുവിന്റെ രൂപത്തിൽ ഉപദേശങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുട്ടികളാണ് മനസ്സിലാക്കുന്നത്. ബാബ അച്ഛനും ടീച്ചറും ഗുരുവും ആകുമ്പോൾ ചെറിയ കുട്ടി ആകില്ലല്ലോ. ഉയർന്നതിലും ഉയർന്നത്, വലുതിലും വലുത്. ബാബയ്ക്കറിയാം എല്ലാവരും എന്റെ കുട്ടികളാണ്. ഡ്രാമയുടെ നിയമമനുസരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ന് ഞങ്ങളെ പാവനമായ ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. എന്നാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. പാവനമായ ലോകം സത്യയുഗമാണ്. പതീതമായ ലോകം എന്ന് കലിയുഗത്തെയാണ് പറയുന്നത്. പറയാറില്ലേ, ഞങ്ങളെ രാവണന്റെ ജയിലിൽ നിന്ന് മുക്തമാക്കി ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൂട്ടിക്കൊണ്ടു പോകുന്നു. മുക്തി ജീവൻ മുക്തി അഥവാ ശാന്തിധാമം, സുഖധാമം. ശാന്തിധാമം എവിടെയാണ്? സുഖധാമം എവിടെയാണ്? ഇതെല്ലാം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലല്ലാതെ മറ്റൊരാളുടെ ബുദ്ധിയിലും ഇല്ല. പൂർണമായും വിവേകശൂന്യർ. നിങ്ങളുടെ ലക്ഷ്യം തന്നെ വിവേകശാലിയായി മാറുക എന്നതാണ്. വിവേകശൂന്യർക്ക് ലക്ഷ്യമുണ്ടായിരിക്കും, ഞങ്ങൾക്കും ഇവരെ പോലെ വിവേകശാലിയായി മാറണം. എല്ലാവരെയും പഠിപ്പിക്കണം. ഇതാണ് ലക്ഷ്യം. മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറണം. ഇതാണ് മനുഷ്യരുടെ സൃഷ്ടി. സത്യയുഗമാണ് ദേവീ ദേവതകളുടെ സൃഷ്ടി. സത്യയുഗം ദേവതകളുടെ സൃഷ്ടിയാണെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടി കലിയുഗമായിരിക്കും. മനുഷ്യനിൽ നിന്നും ദേവതയായി മാറണമെങ്കിൽ തീർച്ചയായും പുരുഷോത്തമ സംഗമയുഗവും വേണം. സത്യയുഗത്തിൽ ദേവതകളും ഇവിടെയുള്ളത് മനുഷ്യരും. ദേവതകൾ വിവേകശാലികളാണ്. ബാബയാണ് ഇവരെ വിവേകശാലിയാക്കി മാറ്റുന്നത്. വിശ്വത്തിന്റെ അധികാരിയായി സ്വയം മാറുന്നില്ലെങ്കിലും ബാബയാണ് വിശ്വത്തിന്റെ അധികാരി. മഹിമ പാടാറില്ലേ, പരിധിയില്ലാത്ത ബാബ, പരിധിയില്ലാത്ത സുഖം നൽകുന്നവനെ. പരിധിയില്ലാത്ത സുഖമുണ്ടാകുന്നത് പുതിയ ലോകത്തിലാണ്. പരിധിയില്ലാത്ത ദുഃഖമുണ്ടാകുന്നത് പഴയ ലോകത്തിലാണ്. ദേവതകളുടെ ചിത്രവും നിങ്ങളുടെ മുന്നിലുണ്ട്. അവർക്കാണ് മഹിമയുള്ളത്. ഇന്നാണെങ്കിൽ 5 തത്വങ്ങളെ പോലും ആരാധിക്കുന്നു. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. നിങ്ങളിലും സംഖ്യാക്രമമായ പുരുഷാർത്ഥമനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു കാല് സ്വർഗത്തിലും മറ്റേ കാല് നരകത്തിലുമാണ്.
വസിക്കുന്നത് ഇവിടെയാണ്, എന്നാൽ ബുദ്ധി പുതിയ ലോകത്തിലാണ്. ആരാണോ നിങ്ങളെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ ബാബയെ ഓർമ്മിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെയാണ് നിങ്ങൾ പവിത്രമായി മാറുന്നത്. ഇത് ശിവബാബയാണ് മനസ്സിലാക്കി തരുന്നത്. ശിവജയന്തിയും ആഘോഷിക്കാറുണ്ട്. എന്നാൽ ശിവബാബ എപ്പോൾ വന്നു, വന്നിട്ട് എന്താണ് ചെയ്തത്, ഇതൊന്നും അറിയുന്നില്ല. ശിവരാത്രിയും ആഘോഷിക്കാറുണ്ട്, കൃഷ്ണ ജയന്തിയും ആഘോഷിക്കാറുണ്ട്. കൃഷ്ണനെ കുറിച്ച് ഏത് ശബ്ദമാണോ പറയുന്നത് അത് ശിവബാബയെക്കുറിച്ച് പറയാറില്ല. അതുകൊണ്ടാണ് ബാബയുടേത് ശിവരാത്രി എന്ന് പറയുന്നത്. അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ കുട്ടികൾ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞു. കലിയുഗത്തിന്റെ അന്തിമത്തിൽ അളവില്ലാത്ത ദുഃഖമാണ്. പിന്നീട് സത്യയുഗത്തിൽ അളവില്ലാത്ത സുഖമുണ്ടാകും. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ജ്ഞാനം ലഭിച്ചു. നിങ്ങൾ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് അറിഞ്ഞു. ആരാണോ കൽപ്പം മുൻപും പഠിച്ചത് അവരാണ് ഇപ്പോഴും പഠിക്കുക. ആര് എന്ത് പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടോ അവർ അത് ചെയ്യുന്നതിൽ മുഴുകും. അവർ അതേപോലെയുള്ള പദവിയും നേടും. നിങ്ങളുടെ ബുദ്ധിയിൽ പൂർണ്ണ ചക്രമുണ്ട്. നിങ്ങളാണ് ഉയർന്നതിലും ഉയർന്ന പദവി നേടുന്നത്. പിന്നീട് നിങ്ങൾ ഇറങ്ങുന്നതും അതുപോലെയാണ്. ബാബ മനസ്സിലാക്കി തരികയാണ്, ഏതെല്ലാം മനുഷ്യാത്മാക്കളുണ്ടോ മാലയിലെ മണികളായ എല്ലാവരും സംഖ്യാക്രമത്തിനനുസരിച്ച് വരുന്നു. ഓരോ അഭിനേതാവിനും തന്റേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ആർക്ക് ഏത് സമയം ഏത് പാർട്ടാണോ അഭിനയിക്കേണ്ടത്. ഇത് അനാദിയായി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. അതാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ ബാബ എന്താണോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് അത് തന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഓരോ 5000 വർഷത്തിനു ശേഷവും ബാബ വന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആത്മാക്കൾ തമ്മിൽ സഹോദര ബന്ധമാണുള്ളത്. ബാബ പറയുന്നു, ഈ സമയം നിങ്ങൾ സ്വയം അശരീരി ആത്മാവെന്ന് മനസ്സിലാക്കൂ. പാവനമായി മാറുന്നതിന് വേണ്ടി ആത്മാവിന് തന്റെ പിതാവിനെ ഓർമ്മിക്കണം. ആത്മാവ് പവിത്രമായി മാറുമ്പോൾ ശരീരവും പവിത്രമായത് ലഭിക്കും. ആത്മാവ് അപവിത്രമാകുമ്പോൾ ആഭരണവും അപവിത്രമാകും. സംഖ്യാക്രമമായിരിക്കും. രൂപഭാവങ്ങളും കർമ്മവും ഒന്നിനോടൊന്നുപോലെ ആയിരിക്കില്ല. യഥാക്രമം എല്ലാവരും തന്റേതായ പാർട്ട് അഭിനയിക്കുകയാണ്. അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടായിരിക്കില്ല. നാടകത്തിൽ അതേ സീൻ തന്നെ കാണും. എന്താണോ ഇന്നലെ കണ്ടത് അത് തന്നെയല്ലേ ആവർത്തിക്കുന്നത്. ഇത് പരിധിയില്ലാത്ത ഇന്നലത്തേതും ഇന്നത്തേതുമായ ഡ്രാമയാണ്. ഇന്നലെയും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രാജ്യം നേടിയതാണ്, പിന്നീട് നഷ്ടപ്പെടുത്തി. ഇന്ന് വീണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം നേടുന്നതിന്. ഇന്ന് ഭാരതം പഴയ നരകമാണ്, നാളെ പുതിയ സ്വർഗമാകും. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഇപ്പോൾ നാം പുതിയ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമതത്തിലൂടെ ശ്രേഷ്ഠരായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രേഷ്ഠരായവർ ശ്രേഷ്ഠമായ സൃഷ്ടിയിലാണ് ഉണ്ടായിരിക്കുക. ഈ ലക്ഷ്മി നാരായണൻ ശ്രേഷ്ഠരാണ്. അവർ ശ്രേഷ്ഠമായ സ്വർഗത്തിലാണ് വസിക്കുന്നത്. ആരാണോ ഭ്രഷ്ടർ അവർ നരകത്തിൽ വന്നിരിക്കുന്നു. ഈ രഹസ്യം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. ഈ പരിധിയില്ലാത്ത ഡ്രാമയെ എപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുവോ അപ്പോൾ ബുദ്ധിയിൽ ഇരിക്കും.
ശിവബാബയും ആഘോഷിക്കാറുണ്ട്, എന്നാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് റീഫ്രഷ് ആകണം. ഒപ്പം മറ്റുള്ളവരെയും നിങ്ങൾക്ക് റീഫ്രഷ് ആക്കി മാറ്റണം. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സദ്ഗതി നേടാൻ ബാബ പറയുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് വരുന്നില്ല. എന്റെ പാർട്ട് തന്നെ പതിതമായ ലോകത്തെ മാറ്റി പാവനമായ ലോകം ഉണ്ടാക്കുക എന്നതാണ്. സത്യയുഗത്തിൽ നിങ്ങൾക്ക് അളവില്ലാത്ത ഖജനാവ് ഉണ്ടാകും. ഇവിടെ ദരിദ്രമാണ്. അതുകൊണ്ടാണ് ബാബയെ വിളിക്കുന്നത്, വരൂ, വന്ന് പരിധിയില്ലാത്ത സമ്പത്ത് നൽകൂ. കൽപ്പകൽപ്പം പരിധിയില്ലാത്ത സമ്പത്താണ് നൽകുന്നത്. പിന്നീട് ദരിദ്രരായി മാറുന്നു. ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കൂ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യ നമ്പറിലെ ലക്ഷ്മി നാരായണനും 84 ജന്മങ്ങളെടുത്ത് മനുഷ്യനായി മാറി. ഇപ്പോൾ ഈ ജ്ഞാനം നിങ്ങൾ കുട്ടികൾക്ക് ലഭിച്ചു. നിങ്ങൾക്കറിയാം, ഇന്നേക്ക് 5000 വർഷത്തിനു മുൻപ് ആദി സനാതന ദേവി ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. ഇതിനെയാണ് വൈകുണ്ഠമെന്നും പാരഡൈസ് എന്നും ദേവലോകമെന്നും പറയുന്നത്. ഇപ്പോൾ പറയില്ല. ഇപ്പോൾ ആസുരീയ ലോകമാണ്. ആസുരീയ ലോകത്തിന്റെ അവസാനവും ദേവലോകത്തിന്റെ ആദ്യവുമായ ഇപ്പോഴാണ് സംഗമം. ഈ കാര്യം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. വേറെ ആരുടെയും വായിൽ നിന്ന് കേൾക്കാൻ സാധിക്കില്ല. ബാബയാണ് വന്ന് ഈ ബ്രഹ്മാവിന്റെ ശരീരം എടുക്കുന്നത്. ആരുടെ ശരീരമാണ് എടുക്കുന്നത്? ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ബാബ സവാരി ചെയ്യുന്നത് ആരുടെ ശരീരത്തിലായിരിക്കും? എങ്ങനെയാണോ നിങ്ങൾ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ സവാരി ചെയ്യുന്നത്? ശിവബാബയ്ക്ക് തന്റേതായ ശരീരമില്ല. ബാബയ്ക്ക് തീർച്ചയായും ഒരു രഥം വേണം. ഇല്ലെങ്കിൽ എങ്ങനെ രാജയോഗം പഠിപ്പിക്കും? പ്രേരണയിലൂടെ പഠിപ്പിക്കാൻ കഴിയില്ല. ഈ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ കുറിച്ചിടണം. പരമാത്മാവിന്റെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമില്ലേ? നിങ്ങളുടെ ബുദ്ധിയിലും ഇതുണ്ടാകണം. ഈ ജ്ഞാനം ബുദ്ധിയിലൂടെ ധാരണ ചെയ്യണം. പറയാറില്ലേ, നിങ്ങളുടെ ബുദ്ധി നല്ലതാണല്ലോ. ബുദ്ധി ആത്മാവിലാണ് ഉള്ളത്. ആത്മാവാണ് ബുദ്ധിയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിയെ കല്ലാക്കി മാറ്റിയത് ആരാണ്? നിങ്ങൾ മനസ്സിലാക്കി, രാവണൻ നമ്മുടെ ബുദ്ധിയെ എന്താക്കി മാറ്റി? ഇന്നലെ നിങ്ങൾ ഡ്രാമ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ബുദ്ധി ഗോദ്രേജിന്റെ പൂട്ടുകൊണ്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. ഗോഡ് എന്ന അക്ഷരം ഉണ്ടല്ലോ. ബാബ എന്ത് ബുദ്ധിയാണോ നൽകിയത് അത് മാറി കല്ല് ബുദ്ധിയായി മാറി. വീണ്ടും ബാബ വന്ന് പൂട്ട് തുറക്കുകയാണ്. സത്യയുഗത്തിൽ പവിഴ ബുദ്ധി തന്നെയാണ്. ബാബ വന്ന് എല്ലാവരുടെയും നന്മ ചെയ്യുകയാണ്. നമ്പർ ക്രമമനുസരിച്ച് എല്ലാവരുടെ ബുദ്ധിയും തുറക്കുകയാണ്. പിന്നീട് ഓരോരുത്തരായി പിറകെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ ആർക്കും ഇരിക്കാൻ സാധിക്കില്ല. പതിതരായവർക്ക് അവിടെ ഇരിക്കാൻ സാധിക്കില്ല. ബാബ പാവനമാക്കി മാറ്റി പാവനമായ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബ്രഹ്മലോകത്തിൽ പാവനമായ ആത്മാക്കളാണ് വസിക്കുന്നത്. അതാണ് നിരാകാരി സൃഷ്ടി. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ എല്ലാം അറിഞ്ഞു. അതുകൊണ്ട് തന്റെ വീടും വളരെ സമീപത്തായാണ് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് വീടിനോട് വളരെ സ്നേഹമാണ്. നിങ്ങൾക്കുള്ള സ്നേഹം പോലെ വേറെ ആർക്കും ഉണ്ടാകില്ല. നിങ്ങളിലും സംഖ്യാക്രമമാണ്. ആർക്കാണോ ബാബയോട് സ്നേഹമുള്ളത്
അവർക്ക് വീടിനോടും സ്നേഹമുണ്ടാകും. പ്രിയപ്പെട്ട കുട്ടികളല്ലേ, നിങ്ങൾ മനസ്സിലാക്കി ഇവിടെ ആരാണോ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് പ്രിയപ്പെട്ട കുട്ടികളായി മാറുന്നത് അവർ ഉയർന്ന പദവി നേടും. ചെറിയവരും വലിയവരും ശരീരത്തിന്റെ ആധാരത്തിലല്ല. ജ്ഞാനയോഗത്തിൽ ആർക്കാണോ ലഹരിയുള്ളത് അവരാണ് വലിയവർ. ചില ചെറിയ ചെറിയ കുട്ടികൾ ജ്ഞാനയോഗത്തിൽ തീവ്രമാണെങ്കിൽ വലിയവരെ പഠിപ്പിക്കും. അല്ലെങ്കിൽ വലിയവർ ചെറിയവരെ പഠിപ്പിക്കുക എന്നത് നിയമമാണ്. ഇന്ന് ചെറിയ മനുഷ്യരും ഉണ്ടാകും. നിങ്ങളെല്ലാ ആത്മാക്കളും ചെറുതാണ്. ആത്മാവ് ബിന്ദുവാണ്. ആത്മാവിന്റെ ഭാരം എങ്ങനെ നോക്കും? നക്ഷത്രമാണ്. മനുഷ്യൻ നക്ഷത്രമെന്ന പേര് കേൾക്കുമ്പോൾ മുകളിലേക്ക് നോക്കും. നിങ്ങൾ നക്ഷത്രമെന്ന പേര് കേൾക്കുമ്പോൾ സ്വയം തന്നിലേക്ക് നോക്കുന്നു. ഭൂമിയിലെ നക്ഷത്രങ്ങൾ നിങ്ങളാണ്. നക്ഷത്രങ്ങൾ ആകാശത്തിൽ ജഡമാണ്. നിങ്ങൾ ചൈതന്യമാണ്. അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. നിങ്ങൾ 84 ജന്മങ്ങൾ എടുക്കുന്നു. എത്ര വലിയ പാർട്ടാണ് അഭിനയിക്കുന്നത്. പാർട്ട് അഭിനയിച്ചഭിനയിച്ച് തിളക്കം കുറയുന്നു. ബാറ്ററി ഡിസ്ചാർജ് ആകുന്നു. പിന്നീട് ബാബ വന്ന് ഭിന്ന ഭിന്ന രീതിയിൽ മനസ്സിലാക്കി തരികയാണ്. കാരണം നിങ്ങൾ ആത്മാവ് അണഞ്ഞുപോയി. എന്ത് ശക്തിയാണോ നിറച്ചിട്ടുണ്ടായിരുന്നത് അത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ബാബയിലൂടെ ശക്തി നിറയ്ക്കുകയാണ്. നിങ്ങൾ തന്റെ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മായ വളരെയധികം വിഘ്നങ്ങൾ ഉണ്ടാക്കും. ബാറ്ററി ചാർജ് ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങൾ ചൈതന്യ ബാറ്ററിയാണ്. നിങ്ങൾക്കറിയാം, ബാബയുമായി യോഗം വയ്ക്കുന്നതിലൂടെ നമ്മൾ സതോ പ്രധാനമായി മാറും. ഇപ്പോൾ തമോ പ്രധാനമായി മാറിയിരിക്കുകയാണ്. പരിധിയുള്ള പഠിപ്പും ഈ പരിധിയില്ലാത്ത പഠിപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് യഥാക്രമം എല്ലാ ആത്മാക്കളും മുകളിൽ പോകുന്നത്? വീണ്ടും തന്റെ സമയമനുസരിച്ച് പാർട്ട് അഭിനയിക്കാൻ വരും. എല്ലാവർക്കും തന്റെ അവിനാശിയായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ 84 ജന്മത്തിന്റെ പാർട്ട് എത്ര പ്രാവശ്യം അഭിനയിച്ചിട്ടുണ്ടാകും? നിങ്ങളുടെ ബാറ്ററി എത്ര പ്രാവശ്യം ചാർജും ഡിസ്ചാർജും ആയിട്ടുണ്ടാകും? എപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ബാറ്ററി ഡിസ്ചാർജ് ആയെന്ന്? പിന്നീട് ചാർജ് ചെയ്യുന്നതിൽ എന്തിന് സമയം വൈകിക്കണം? പക്ഷെ മായ ചാർജ് ചെയ്യാൻ സമ്മതിക്കില്ല. മായ ചാർജ് ചെയ്യാൻ നിങ്ങളെ മറവിപ്പിക്കും. വീണ്ടും വീണ്ടും ബാറ്ററി ഡിസ്ചാർജ് ചെയ്യിപ്പിക്കും. ബാബയെ ഓർമ്മിക്കാൻ പരിശ്രമിച്ചാലും ഓർമ്മിക്കാൻ സാധിക്കില്ല. നിങ്ങളിലും ബാറ്ററി ചാർജ് ചെയ്ത് സതോ പ്രധാനതയുടെ സമീപം വരെ എത്തിയവരെ പോലും ഇടയ്ക്കിടെ മായ തെറ്റുകൾ ചെയ്യിച്ച് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യിക്കും. ഇത് അവസാനം വരെ ഉണ്ടായിരിക്കും. പിന്നീട് എപ്പോഴാണോ യുദ്ധത്തിന്റെ അവസാനം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാം അവസാനിക്കും. പിന്നീട് ആരുടെ എത്ര ബാറ്ററി ചാർജ് ആയിട്ടുണ്ടോ അതിനനുസരിച്ച് പദവി നേടും. എല്ലാ ആത്മാക്കളും ബാബയുടെ കുട്ടികളാണ്. ബാബയാണ് വന്ന് എല്ലാവരുടെ ബാറ്ററിയും ചാർജ് ചെയ്യിക്കുന്നത്. കളി എത്ര അത്ഭുതകരമായി ഉണ്ടാക്കപ്പെട്ടതാണ്. ബാബയുമായുള്ള യോഗം വെക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ എത്ര നഷ്ടമുണ്ടാകും? മുറിഞ്ഞു പോകാതിരിക്കുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യിക്കുകയാണ്. പുരുഷാർത്ഥം ചെയ്ത് ചെയ്ത് എപ്പോൾ അന്തിമ സമയമെത്തുന്നോ അപ്പോൾ യഥാക്രമം പുരുഷാർത്ഥമനുസരിച്ച് നിങ്ങളുടെ പാർട്ട് പൂർത്തിയാകുന്നു. കൽപ്പകൽപ്പം നടക്കുന്നത് പോലെ
ആത്മാക്കളുടെ മാല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, രുദ്രമാലയുമുണ്ട്, വിഷ്ണുമാലയുമുണ്ട്. ആദ്യ നമ്പറിൽ വിഷ്ണുവിന്റെ മാല തന്നെയാണല്ലോ. ബാബ ദേവതാ ലോകമല്ലേ രചിക്കുന്നത്. എങ്ങനെയാണോ രുദ്രമാല, അതേപോലെയാണ് വിഷ്ണുവിന്റെ മാല. ബ്രാഹ്മണരുടെ മാല ഇപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കില്ല, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോൾ അവസാനിക്കുന്നു, അപ്പോൾ രുദ്രമാല ഉണ്ടാകും. ബ്രാഹ്മണർക്കും മാലയുണ്ട്, എന്നാൽ ഈ സമയത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല. വാസ്തവത്തിൽ എല്ലാവരും പ്രജാപിത ബ്രഹ്മാവിന്റെ സന്താനങ്ങളാണ്. ശിവബാബയുടെ സന്താനങ്ങളുടെയും മാലയുണ്ട്, വിഷ്ണുവിന്റെയും മാലയെന്ന് പറയും. നിങ്ങൾ ബ്രാഹ്മണരായി മാറുന്നതിനാൽ ബ്രഹ്മാവിന്റെയും ശിവബാബയുടെയും മാല വേണമല്ലോ. ഈ മുഴുവൻ ജ്ഞാനവും നിങ്ങളുടെ ബുദ്ധിയിൽ യഥാക്രമമാണ്. എല്ലാവരും കേൾക്കുന്നുണ്ട്. പക്ഷെ ചിലരുടേത് മറുചെവിയിലൂടെ ഒഴുകിപ്പോകുന്നു, കേൾക്കുന്നില്ല. ചിലർ പഠിക്കുന്നേയില്ല. അവരറിയുന്നില്ല ഭഗവാനാണ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് എന്ന്. പഠിക്കുന്നതേയില്ല. ഈ പഠിപ്പ് എത്ര സന്തോഷത്തോടെ പഠിക്കേണ്ടതാണ്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഓർമ്മയാകുന്ന യാത്രയിലൂടെ ആത്മാവാകുന്ന ബാറ്ററിയെ ചാർജ് ചെയ്ത് സത്തോ പ്രധാനതയിൽ എത്തിക്കണം. ബാറ്ററി ഡിസ്ചാർജ് ആകുന്ന തരത്തിലുള്ള തെറ്റുകളൊന്നും ചെയ്യരുത്. 2. പ്രിയപ്പെട്ട കുട്ടിയായി മാറുന്നതിന് വേണ്ടി ബാബയെ സ്നേഹിക്കുന്നതിനോടൊപ്പം വീടിനെയും സ്നേഹിക്കണം. ജ്ഞാനയോഗത്തിൽ ലഹരിയുള്ളവരായി മാറണം. ബാബ എന്താണോ മനസ്സിലാക്കി തരുന്നത് അത് തന്റെ സഹോദരങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കണം. വരദാനം: ഒരു ബാബയെ തന്റെ ലോകമാക്കി മാറ്റി സദാ ഒന്നിന്റെ ആകർഷണത്തിൽ ഇരിക്കുന്ന കർമ്മബന്ധന മുക്തരായി ഭവിക്കട്ടെ. സദാ ഈ അനുഭവത്തിൽ തന്നെ ഇരിക്കൂ. അതായത് ഒരു ബാബ, രണ്ടാമതാരുമില്ല. മതി. ഒരു ബാബ തന്നെയാണ് ലോകം. മറ്റ് യാതൊരു ആകർഷണവുമില്ല, ഒരു കർമ്മബന്ധനവുമില്ല. സ്വയത്തിന്റെ ഏതെങ്കിലും ദുർബല സംസ്കാരത്തിന്റെ പോലും ബന്ധനം ഉണ്ടാകരുത്. ആര് ഏതിലെങ്കിലും എന്റേതെന്ന അധികാരം വയ്ക്കുന്നുവോ അവർക്ക് ക്രോധമോ അഭിമാനമോ വരുന്നു. ഇതും കർമ്മബന്ധനമാണ്. എന്നാൽ എപ്പോൾ ബാബ തന്നെയാണ് എന്റെ ലോകം, ഈ സ്മൃതിയുണ്ടെങ്കിൽ എല്ലാ എന്റെയും ഒരു എന്റെ ബാബയിൽ ഒതുങ്ങുന്നു. മാത്രമല്ല കർമ്മബന്ധനങ്ങളിൽ നിന്ന് സഹജമായി തന്നെ മുക്തമാകുന്നു. സ്ലോഗൻ: മഹാനാത്മാവ് അവരാണ് ആരുടെയാണോ ദൃഷ്ടിയും വൃത്തിയും പരിധിയില്ലാത്തതായിട്ടുള്ളത്. ഓം ശാന്തി.